കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. സോ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BSOC 105 BA സോഷ്യോളജിയുടെ പേപ്പറാണ്. സോ BSOC 105ന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. അതായത് BSOC 105 എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ പേപ്പറാണ്. സോ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ അറിയാനും അതേപോലെ തന്നെ റെക്കറിംഗ് ആയിട്ട് വരുന്ന തീംസുകൾ മനസ്സിലാക്കാനായിട്ട് എക്സാമിന്റെ ട്രെൻഡുകൾ മനസ്സിലാക്കാനായിട്ട് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വരുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് മാക്സിമൈസ് ചെയ്യാനും നിങ്ങളുടെ പെർഫോമൻസ് ടേം ആൻഡ് എക്സാമിനേഷൻസിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ സിലബസ് റോഡ് മാപ്പിംഗ്, ഡോക്യുമെന്റ് റോഡ് മാപ്പിംഗിൽ വരുമ്പോൾ സിലബസ് മാപ്പിംഗ് ആണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട്, റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ഉണ്ട്. സിലബസ് മാപ്പിംഗിലൂടെ നോക്കുന്നത് ബ്ലോക്ക്, യൂണിറ്റ്, അതിന്റെ കറന്റ് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ടോപ്പിക്സുകൾ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റെലവൻസുകൾ എന്താണ് എന്നുള്ളത് നോക്കും. എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നോക്കുന്നതെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്, റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുള്ള എക്സാം സ്ട്രക്ചറിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ നോക്കുന്ന സമയത്ത് പാസ്റ്റ് 5 ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന്റെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ വേരിയസ് ആയിട്ടുള്ള ആംഗിൾസുകൾ നോക്കുന്നുണ്ട്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, വന്നിട്ടുള്ള ചേഞ്ചസ്. ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ്, തീംസ് 2025 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ റെക്കറിംഗ് ആയിട്ടുള്ള തീംസുകളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. അതായത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതായത് ഇനി വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു എക്സാം മോഡൽ എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസറിംഗ് സ്കീമും എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും എക്സ്പെക്ടേഷൻസും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡെപ്ത് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മെത്തഡോളജി കോൾ ഔട്ടിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് എക്സാമിന് വരുന്ന വെയിറ്റേജിന്റെ ട്രെൻഡുകൾ, സിലബസ് മാപ്പിംഗിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആവാനും ഇതുപോലെ എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ വെച്ചിട്ടുള്ളത്. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് എക്സാം റെലവൻസ് നോക്കുമ്പോൾ ബാർ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും മോസ്റ്റ് ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 2ൽ നിന്നാണ്. അപ്പോൾ എക്സാമിന് ഹൈ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. So total questions ഉണ്ട് past year question papers in block 1, block 2, block 3 and block 4 ന്റെ percentage scale ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും block 2 ൽ നിന്നാണ് ഒരുപാട് questions വന്നിട്ടുള്ളത്. ഇനി കോംപ്രിഹെൻസീവ് സിലബസ് മാപ്പിംഗ് ടേബിളിലേക്ക് നോക്കുമ്പോൾ block 1 യൂണിറ്റ് 1ന് നോഷൻ ഓഫ് പവർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. 4 തവണ അപ്പിയർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ റെലവൻസ് വരുമ്പോൾ ലോ പ്രോബിലിറ്റി റെലവൻസിൽ വരുന്നതാണ്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 വരുന്ന ഒരു ടോപ്പിക് ആണ് പൊളിറ്റി ആൻഡ് സൊസൈറ്റി. അപ്പിയർ 4 തവണ പ്രീവിയസ് ടോപ്പിക് അപ്പിയർ ചെയ്തിട്ടുള്ളപ്പോൾ ഈ ഒരു ടോപ്പിക് വന്നിട്ടുള്ളത് 2 തവണയാണ്. ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 നിന്ന് യൂണിറ്റ് 1 നിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്, നേഷൻ ആൻഡ് സൊസൈറ്റി 3 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 നിന്ന് യൂണിറ്റ് 2 നിന്ന് വന്നിട്ടുള്ള നേച്ചർ, സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി 3 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 നിന്ന് യൂണിറ്റ് 1 നിന്നും 2 നിന്നും വന്നിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 നിന്ന് യൂണിറ്റ് 1 നിന്ന് വന്നിട്ടുള്ള സിറ്റിസൺഷിപ്പ് ആൻഡ് ഡെമോക്രസി 1 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 നിന്ന് യൂണിറ്റ് 1 നിന്ന് വന്നിട്ടുള്ള ഗ്ലോബലൈസേഷൻ ആൻഡ് പൊളിറ്റി 1 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 3 നിന്ന് വന്നിട്ടുള്ള ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് തിയറീസ് 4 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 3 നിന്ന് വന്നിട്ടുള്ള ഡിവൈൻ റൈറ്റ് തിയറി 2 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 3 നിന്ന് വന്നിട്ടുള്ള സോഷ്യൽ കോൺട്രാക്ട് തിയറി 3 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 3 നിന്ന് വന്നിട്ടുള്ള മാർക്സിസ്റ്റ് വ്യൂ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 4 നിന്ന് വന്നിട്ടുള്ള പവർ ആൻഡ് അതോറിറ്റി ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ് 8 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 4 നിന്ന് വന്നിട്ടുള്ള ബ്യൂറോക്രസി 2 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 5 നിന്ന് വന്നിട്ടുള്ള ഗവർണൻസ് ആൻഡ് ഗവൺമെന്റാലിറ്റി 6 തവണ വന്നിട്ടുണ്ട്, മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 6 നിന്ന് വന്നിട്ടുള്ള എലൈറ്റ് റൂളിംഗ് ക്ലാസസ് ആൻഡ് മാസസ് 3 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്.
ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 6 നിന്ന് വന്നിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് എലൈറ്റ് ക്ലാസ് 2 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 6 നിന്ന് വന്നിട്ടുള്ള കൾച്ചർ ആസ് എ എലൈറ്റ് മേക്കർ 2 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 6 നിന്ന് വന്നിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലൈറ്റ്സ് 2 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 7 നിന്ന് വന്നിട്ടുള്ള സെഗ്മെന്ററി പൊളിറ്റിക്കൽ സിസ്റ്റം 3 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 7 നിന്ന് വന്നിട്ടുള്ള പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി 3 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 8 നിന്ന് വന്നിട്ടുള്ള ടോട്ടാലിറ്റേറിയൻസും 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 8 നിന്ന് വന്നിട്ടുള്ള ഫാസിസം, നാസിസം, ഡിക്റ്റേറ്റർഷിപ്പ് 3 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 9 നിന്ന് വന്നിട്ടുള്ള ഡെമോക്രസി, ഒറിജിൻ ആൻഡ് മീനിങ് 4 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 9 നിന്ന് വന്നിട്ടുള്ള ഫംഗ്ഷൻസ് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം 2 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 9 നിന്ന് വന്നിട്ടുള്ള പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ 1 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 10 നിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ 1 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 10 നിന്ന് വന്നിട്ടുള്ള ചലഞ്ചസ് ടു ദ നേഷൻ ബിൽഡിംഗ് 2 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 10 നിന്ന് വന്നിട്ടുള്ള നാഷണൽ ഇന്റർഗ്രേഷൻ 1 തവണ വന്നിട്ടുണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 11 വന്നിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് 4 തവണ വന്നിട്ടുള്ള, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 11 നിന്ന് വന്നിട്ടുള്ള ഫീൽഡ് വ്യൂ ഓഫ് ലോക്കൽ ഗവൺമെന്റ് 2 തവണ വന്നിട്ടുള്ള, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 12 നിന്ന് വന്നിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് റെസിസ്റ്റൻസ് 4 തവണ വന്നിട്ടുള്ള, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ഇനി സ്കോറിംഗ് റൂൾസ് 10 തവണ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കും, 5 മുതൽ 9 വരെ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കും, 5ൽ താഴെയാണെങ്കിൽ അത് ലോ പ്രോബിലിറ്റി ടോപ്പിക്കും ആയിരിക്കും. അതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ള ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഹീറ്റ് മാപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വലൈസേഷനിനകത്ത് നിന്ന് ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 4ഉം 5ഉം എന്ന് പറയുന്നത് ഹൈ ടോപ്പിക് റെലവന്റ് വരുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 8 ഹൈലി റെഗുലർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഈ ഒരു ടോപ്പിക്കിന് കൊടുക്കണം. സോ കീ ഇൻസൈറ്റ്സ് നോക്കുന്ന സമയത്ത് പവർ ആൻഡ് അതോറിറ്റി ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഈ ഒരു സെക്ഷനകത്ത് നിന്ന് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം തിയറീസ്, കോർ തിയറീസ് ചോദിക്കുന്നുണ്ട്. പേപ്പറിന്റെ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്സ് ആണ് ഈ ഒരു പവർ ആൻഡ് അതോറിറ്റിയിൽ നിന്ന് ചോദിക്കുന്നത്. ഗവർണൻസ് ആൻഡ് ഗവൺമെന്റാലിറ്റി എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് 2 നിന്ന് യൂണിറ്റ് 5 നിന്ന് വരുന്നത് ഫൊക്കാൾട്ടിന്റെ ഗവൺമെന്റൽ ഈ പറയുന്ന പോലെ ഗവർണൻസ് തിയറീസ് എങ്ങനെ ഇന്ത്യൻ കണ്ടക്ട്സിനകത്ത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിന്റെ അനലിറ്റിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ടോട്ടാലിറ്റേറിയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് ബ്ലോക്ക് 3 നിന്ന് യൂണിറ്റ് 8 നിന്ന് വന്നിട്ടുള്ളതാണ്. അതിന്റെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്, അതിന്റെ എക്സാമ്പിൾസ്, ഡെമോക്രസി ആയിട്ട് വരുന്ന കോൺട്രാക്ട്സ് ആണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആണ്. അപ്പൊ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ പാറ്റേൺ അനാലിസിസിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ജൂൺ 2023 മുതൽ ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഫോർമാറ്റ് ടൈപ്സും മാർക്കും അതേപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് വേർഡ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 20 മാർക്സിന് ഒരു 350 to 400 വേർഡ്സിനുള്ളിൽ എഴുതാനാണ് വരുന്നത്. ഷോർട്ട് എസ്സേ ആൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 20 മാർക്സിന് 350 to 400 വേർഡ്സിനുള്ളിൽ എഴുതാനാണ് വരുന്നത്. തീമാറ്റിക് ടൈപ്പ് ഓഫ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ 20 മാർക്സിന് 350 to 400 വേർഡ്സിനാണ് വരുന്നത്. MCQ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, ഫില്ലപ്സുകൾ വന്നിട്ടില്ല, ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ വന്നിട്ടില്ല, കേസ് സ്റ്റഡീസ് എക്സാമിന്റെ ഭാഗമായിട്ട് ഇതുവരെ ഈ ഒരു പൊളിറ്റിക്കൽ തിയറിക്കകത്ത് വന്നിട്ടില്ല. അപ്പൊ ഒരു 400 വേർഡ്സിനുള്ളിലാണ് ഒരു വെയിറ്റേജ് വരുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ ലോങ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആണ് പറയുന്നത്. ഇതിനകത്ത് ഇൻഡെപ്ത് ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ കൊടുക്കണം, തിയറട്ടിക്കൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അനലിറ്റിക്കൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, എംപിരിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്താണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനലൈസ് എന്താണ്, കൺക്ലൂഷൻ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കണം. 20 മാർക്സിനുള്ളിലായിരിക്കും ഇത് ചോദിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ 350 to 300 വേർഡ്സിനുള്ളിൽ വേണം ഈ ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി കൊടുക്കേണ്ടത്. ഇനി ഷോർട്ട് ആൻസർ ആൻഡ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് വരുന്ന കൺസൈസ് ആയിട്ട് ആ ഒരു സബ് ടോപ്പിക്കുകൾ, തിയറീസ്, കോൺസെപ്റ്റ്സുകൾ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് വരുന്ന ഒരു മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20 മാർക്സ് ആണ്. ഇതിനകത്ത് നമ്മൾ ഡെഫിനിഷൻ, എക്സ്പ്ലനേഷൻ, സിഗ്നിഫിക്കൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി തീമാറ്റിക് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ ഇതിനകത്ത് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഡിസ്കസ് ദ ഫൊക്കാൾട്ട് വ്യൂ ഓഫ് ഗവൺമെന്റാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് കീ ഡെഫിനിഷൻസ്, ആർഗ്യുമെന്റ്സ്, ഇലിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. 350 to 400 വേർഡ്സിനുള്ളിൽ 20 മാർക്കിന് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി കമ്പാരിറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ കമ്പാരിസൺ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള എവാലുവേഷൻസ് നോക്കും. ക്രിട്ടിക്കൽ ആയിട്ട് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം, സോഷ്യൽ കോൺട്രാക്ട് തിയറീസ്, ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് അതിന്റെ ഡെഫിനിഷൻസ്, കോൺട്രാസ്റ്റ്, എവിഡൻസ് എങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം, ക്രിട്ടിക്കലി അനലൈസ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. അപ്പൊ ഇതിനകത്ത് ഡെഫിനിഷൻസ് കൊടുക്കുക, അതിനെ എങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്യുന്നത് കൊടുക്കുക, എവിഡൻസ് കൊടുക്കുക. ഇതൊരു 400 വേർഡ്സിനുള്ളിൽ 20 മാർക്സിൽ എഴുതുക.
ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനലൈസ് നോക്കുമ്പോൾ ബ്ലോക്ക് വൈസ് ആവറേജ് മാർക്ക് ടോട്ടൽ ഷെയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് 1 നിന്ന് 20% വരുന്നുണ്ട്, ബ്ലോക്ക് 2 നിന്ന് 30%, ബ്ലോക്ക് 3 നിന്ന് 28%, ബ്ലോക്ക് 4 നിന്ന് 22% വരുമ്പോഴാണ് ആ പേപ്പറിന്റെ 100% മാർക്ക് അലോക്കേഷൻ വരുന്നത്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി അതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ബ്ലോക്ക് 2 ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ആവറേജ് ആയിട്ടുള്ള മാർക്ക് അലോക്കേഷൻ വരുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് 2 കൊടുക്കേണ്ടത്. ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4ഉം എന്ന് പറയുന്നത് റിമെയിൻ സിഗ്നിഫിക്കന്റ് ആണ് എങ്കിലും അതിന്റെ ഈ സ്ലൈറ്റ് വേരിയേഷൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ഓരോ വർഷം വരുമ്പോൾ ഒരു 20%ഓളം വേരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ട്രെൻഡ് വിഷ്വലൈസേഷനിലോട്ട് നോക്കുമ്പോൾ മാർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലോങ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസിന് ആ ഒരു എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ ഒരു ഷിഫ്റ്റും കേസ് ബേസ്ഡ് ഫോർമാറ്റ്സിലൂടെ നമുക്ക് കാണുന്നില്ല, MCQ ചോദിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ കൂടുതലും വരുന്നതെന്ന് പറയുന്നത് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കേസ് സ്റ്റഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ കൂടുതലായിട്ട് ചോദിക്കുന്നില്ല. ഇനി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മാർക്കിന്റെ വെയിറ്റേജ് പെർ ബ്ലോക്ക് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഹയസ്റ്റ് വെയിറ്റേജ് വരുന്നതാണ് എന്ന് കരുതിയിട്ട് മറ്റുള്ള ബ്ലോക്കുകൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. സ്റ്റേബിൾ ക്വസ്റ്റ്യൻ ലെങ്ത് നോക്കുമ്പോൾ വേർഡ് കൗണ്ട് എക്സ്പെക്ടേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ അതിന്റെ വേർഡിന്റെ ഫോർമാറ്റുകൾ അതിനൊന്നും ഇതുവരെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. പക്ഷേ ഒരു പ്രഡിക്റ്റബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം ഈ വർഷം ചിലപ്പോൾ ഒരു ചേഞ്ച് വന്നാലോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു റെക്കറിംഗ് ആയിട്ട് വരുന്ന തീംസിൽ വ്യത്യാസം വരത്തില്ല. ഇനി പ്രിപ്പറേഷൻ ടിപ്പ് നോക്കുമ്പോൾ സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് റെക്കമെൻഡേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ 3 hour ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ. 100 മാർക്കിനാണ് വരുന്നത് BSOC ഇവിടെ 105ന്റെ പേപ്പർ. അപ്പൊ 35 മിനിറ്റ് ഓരോ എസ്സേക്കും വേണ്ടി അലോക്കേറ്റ് 5 എസ്സേ ഉണ്ട് എങ്കിൽ 5 എസ്സേക്ക് 35 മിനിറ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ 175ഓളം മിനിറ്റ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ മൊത്തം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യനും അല്ല, ഓരോ ടോട്ടലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സെലക്ഷൻ ഏത് ക്വസ്റ്റ്യൻ എടുക്കണം എന്ന് തീരുമാനിക്കാനായിട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര അവെയർ അല്ലെങ്കിൽ അത് എഴുതാനായിട്ട് നിൽക്കണ്ട, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അത് ഓർ ഓപ്ഷനകത്ത് ഉണ്ടാവും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എടുത്ത് എഴുതുക. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കാം. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനലൈസ്ഡ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക്സ് നോക്കുമ്പോൾ 10 recurring questions ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ നോഷൻ ഓഫ് പവർ ആൻഡ് അതോറിറ്റി ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റിക്സ്. അതിന്റെ 5 തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഗവർണൻസ്, 4 തവണ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ മാർക്സിയൻ വ്യൂ ഓൺ ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്, 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് അതോറിറ്റി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ, 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി, 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്, 3 തവണ വന്നിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കീ ട്രേറ്റ്സ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം, 3 തവണ വന്നിട്ടുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഫീൽഡ് വ്യൂ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ലോക്കൽ ഗവർണൻസ് ഇൻ ഇന്ത്യ, 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി അനലൈസ് സോഷ്യൽ കോൺട്രാക്ട് തിയറി, 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈൻ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി, 3 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ഇനി ഫ്രീക്വൻസി ടേബിൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസും യൂണിറ്റും അതിന്റെ അപ്പിയറൻസും ആവറേജ് മാർക്കുമാണ് നോക്കുന്നത്. നോഷൻ ഓഫ് പവർ ആൻഡ് അതോറിറ്റി ബ്ലോക്ക് 2 യൂണിറ്റ് 4 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, 20 മാർക്സിനാണ് വന്നിട്ടുള്ളത്. കോൺസെപ്റ്റ് ഓഫ് ഗവർണൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 4 തവണ വന്നിട്ടുണ്ട്, 20 മാർക്സിനാണ് വന്നിട്ടുള്ളത്. മാർക്സിയൻ വ്യൂ ഓൺ സ്റ്റേറ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ടൈപ്സ് ഓഫ് അതോറിറ്റി വിത്ത് എക്സാമ്പിൾസ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, 20 മാർക്സ് ആണ്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ബ്ലോക്ക് 1 യൂണിറ്റ് 2 3 തവണ ചോദിച്ചിട്ടുണ്ട്, 20 മാർക്സ് ആണ്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 12 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 20 മാർക്സിനാണ്. കീ ട്രേറ്റ്സ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം വരികയാണെങ്കിൽ ബ്ലോക്ക് 3 യൂണിറ്റ് 8 3 ടൈംസ് വന്നിട്ടുണ്ട്, 20 മാർക്സിനാണ്.
Field view and significance of the local self-governance നോക്കുമ്പോൾ ബ്ലോക്ക് 4 യൂണിറ്റ് 11 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട് 20 മാർക്സ് ആണ് വന്നിട്ടുള്ളത്. ക്രിട്ടിക്കലി അനലൈസ് സോഷ്യൽ കോൺട്രാക്ട് തിയറി ബ്ലോക്ക് 2 യൂണിറ്റ് 3 ടൈംസ് വന്നിട്ടുണ്ട് 20 മാർക്സ് ആണ് വന്നിട്ടുള്ളത്. ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി നോക്കുമ്പോൾ ബ്ലോക്ക് 2 യൂണിറ്റ് 4 3 ടൈംസ് ആണ് വന്നിട്ടുള്ളത് 20 മാർക്സ് ആണ് വന്നിട്ടുള്ളത്. ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് ഫ്രം ദ പാനൽ വരികയാണ് എങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഒരു 2 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ളതൊന്ന് ചിന്തിക്കാനായിട്ട് എടുക്കുക. എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ഓരോ ആൻസേഴ്സിനും നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സും പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സ്കീംസുകളും നന്നായിട്ട് നോക്കുക. സ്ട്രക്ചർ, ക്ലാരിറ്റി, ഡെപ്ത് ഒക്കെ മനസ്സിലാക്കാനായിട്ട്. അതേപോലെ തന്നെ റിവൈസ് കോർ കോൺസെപ്റ്റ്സുകളും ഡെഫിനിഷൻസും റിവൈസ് ചെയ്യുക. റെലവെന്റ് ആയിട്ടുള്ള തിയറീസ്, എക്സാമ്പിൾസ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്സുകൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വിഷ്വലൈസേഷൻ പൈ ചാർട്ടിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 58% അതർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് 42% വരുന്നുണ്ട്. അപ്പൊ അതർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും കവർ ചെയ്തിട്ട് പോകും. ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ 42% നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്, ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രഡിക്ഷൻ അനാലിസിസ് ആണ് ഇവിടെ വരുന്നത്. അതിനകത്ത് പ്രോബിലിറ്റി മാട്രിക്സ് ടേബിൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, പ്രോബിലിറ്റി, കാറ്റഗറി. ബ്ലോക്ക് 2 യൂണിറ്റ് 4 പവർ ആൻഡ് അതോറിറ്റി പ്രോബിലിറ്റി 100% പ്രോബിലിറ്റി ആണുള്ളത്, ഹൈ റെലവന്റ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഗവർണൻസ് ആൻഡ് ഗവൺമെന്റാലിറ്റി 75% ചാൻസ് ഉണ്ട്, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഈ പറയുന്ന ബ്ലോക്ക് 2, 3 മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ട് മാക്സിമം വ്യൂ ഓൺ കാസ്റ്റ്, അതേപോലെ തന്നെ ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 4 നിന്ന് വന്നിട്ടുള്ള ടൈപ്സ് ഓഫ് അതോറിറ്റി, ബ്ലോക്ക് 3 നിന്ന് യൂണിറ്റ് 8 നിന്ന് വന്നിട്ടുള്ള ടോട്ടാലിറ്റേറിയനിസം, ബ്ലോക്ക് 4 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 11 നിന്ന് വന്നിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഇതൊക്കെ 75% ചാൻസ് പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ഏരിയ ആണ്. ഇനി ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 3 നിന്ന് വന്നിട്ടുള്ള സോഷ്യൽ കോൺട്രാക്ട് തിയറി, ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 4 നിന്ന് വന്നിട്ടുള്ള ബ്യൂറോക്രസി. ഇതൊക്കെ 50% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, മീഡിയം പ്രോബിലിറ്റിയിലാണ് ഇത് നിൽക്കുന്നത്. ഇനി ബ്ലോക്ക് 4 നിന്ന് വന്നിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്, ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 2 നിന്ന് വന്നിട്ടുള്ള നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി 50% ചാൻസ് ഉണ്ട്, മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 6 നിന്ന് വന്നിട്ടുള്ള എലൈറ്റ് റൂളിംഗ് ക്ലാസസ് ആൻഡ് മാസസ്, ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 7 നിന്ന് വന്നിട്ടുള്ള സെഗ്മെന്ററി പൊളിറ്റിക്കൽ സിസ്റ്റം, ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 1 നിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്, നേഷൻ ആൻഡ് സൊസൈറ്റി, ബ്ലോക്ക് 4 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 10 നിന്ന് വന്നിട്ടുള്ള ചലഞ്ചസ് ടു ദ നേഷൻ ബിൽഡിംഗ്, ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് 9 നിന്ന് വന്നിട്ടുള്ള ഡെമോക്രസി. ഇതൊക്കെ 25% ചാൻസ് ഉണ്ട്, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കുകളാണെങ്കിൽ 70% മോളെ, മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണെങ്കിൽ 40 to 60%, ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണെങ്കിൽ 40 താഴെ. ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് നോക്കുമ്പോൾ അപ്പിയർ ചെയ്തിട്ടുള്ള 4 റീസെന്റ് പേപ്പേഴ്സുകൾ നോക്കുക. അതേപോലെ തന്നെ അതിനകത്ത് 4-ൽ 3 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ തിയറി ഓൺ ഇന്ത്യൻ കണ്ടസ്റ്റ്, അതേപോലെ തന്നെ 4-ൽ ഒരു 3 പേപ്പർ എടുത്ത് നോക്കുമ്പോൾ മാർക്സിയൻ സ്റ്റേറ്റ് വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് അതോറിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ടോട്ടാലിറ്റി ഒരു 3 തവണ ചോദിച്ചിട്ടുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒരു 4-ൽ ഒരു 3 തവണ ചോദിച്ചിട്ടുണ്ട്, സോഷ്യൽ കോൺട്രാക്ട് തിയറി 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സും ഡെഫിനിഷനും ഒരു 4-ൽ 2 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ മൂവ്മെന്റ്സിന്റെ ഡെഫിനിഷൻ നോക്കുകയാണ് എങ്കിൽ അതൊരു 4 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 2 പേപ്പറിലെങ്കിലും സോഷ്യൽ മൂവ്മെന്റിന്റെ ഡെഫിനിഷൻ ചോദിക്കുന്നുണ്ട്. നേച്ചർ ആൻഡ് സ്കോപ്പ് എടുക്കുന്ന സമയത്തും ഇതൊരു ഇൻട്രൊഡക്ടറി വേ ആണ്, അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിനകത്ത് പവർ ആൻഡ് അതോറിറ്റി, ഗവർണൻസ്, ഗവൺമെന്റാലിറ്റി, മാക്സിമം വ്യൂ ഓൺ സ്റ്റേറ്റ്, ടൈപ്സ് ഓഫ് അതോറിറ്റി, ടോട്ടാലിറ്റേറിയനിസം, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അപ്പൊ ഇത് മാക്സിമം ഒന്ന് റിവൈസ് ചെയ്യുക. ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ആ എസ്സേസ് എഴുതി പഠിക്കുക. മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കുകൾ വരുന്ന സമയത്ത് സോഷ്യൽ കോൺട്രാക്ട് തിയറി, ബ്യൂറോക്രസി, സോഷ്യൽ മൂവ്മെന്റ്സ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി, ഇത്രയാണ് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കിൽ വരുന്നത്. അതിന്റെ കീ ഡെഫിനിഷൻസും എക്സാമ്പിൾസും വെച്ചിട്ട് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക്സുകൾ വരുന്ന സമയത്ത് എലൈറ്റ്സ്, സെഗ്മെന്ററി സിസ്റ്റംസ്, നേഷൻ ആൻഡ് സൊസൈറ്റി, ഡിസ്റ്റിങ്ഷൻസ്, ചലഞ്ചസ് ടു ദ നേഷൻ ബിൽഡിംഗ്, ഡെമോക്രസി. ക്വിക്കായിട്ട് ഇതിനകത്ത് ആൻസർ എഴുതാനായിട്ട് നിങ്ങൾക്ക് പഠിക്കുക. ക്ലാസ് നോട്ട്സുകളും സബ് ഹെഡിങ്സുകളും അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. എന്നിട്ട് വേണം ഈ ആൻസർ എഴുതാനായിട്ടുള്ളത്. ഇനി വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ഉണ്ട്. ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകൾ ഗ്രീൻ കളറിലും, ലോ പ്രോബിലിറ്റി ടോപ്പിക്കുകൾ റെഡ് കളറിലും, മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കുകൾ യെല്ലോ കളറിലുമാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ബാച്ചലർ ഓഫ് ആർട്ട് ഓണേഴ്സ് ഇൻ സോഷ്യോളജി BA SOH 11th examination June 2025, BSOC 105, political sociology, time allocated 3 hours, maximum mark 100. Answer any 5 questions in about 400 words each. All questions carry equal marks. So question number 1, for 20 marks, critically evaluate the various forms of authority outlined by Max Weber. Illustrate the real world examples, and include a table contrasting at least 3 types of authorities and key features. Block 2, Unit 4, types of authority. Question number 2, for 20 marks,
Discuss the concept of governance in the contemporary Indian context using the table below. Compare the features of government and governance and assess the impact of digital government initiatives on local administration. Criteria, governance and governance. Criteria given below: structure, decision making, public participation, accountability. Block 2, Unit 5, governance and governmentality. Question number 3 for 20 marks. Examine the Marxian perspective on the origin and the function of the state. Support your answer with a hypothetical example of the class struggle scenario presented in the short case study. About 100 words. Block 2, Unit 3, Marxian view on state. Question number 4 for 20 marks. Describe the defining features of totalitarianism using the following table. Compare the two historical regimes. For example, Germany under Nazism, Soviet Union under Stalin. In the terms of censorship, propaganda, and individual rights. Feature, regime A, regime B. For feature, censorship, propaganda, and rights. In regime A, you can write about the Germany under Nazism, and regime B, you can write about the Soviet Union under Stalin. This is coming from the block 3, unit 8, totalitarianism. Question number 5 for 20 marks. Outline the major challenges faced by the local self-government institutions in rural India today. Refer to the provided case study of the Gram Panchayat budget and suggest a solution based on the governance principle. Case data extract: budget 6 lakh, developmental activities, roads, sanitization, education, reported challenges, fund, delay, low participation, political interference. Block 4, Unit 11, local self-government. Question number 6 for 20 marks. Compare and contrast the social contract theory and the Marxian view on the state. Present your answer in 2 sections and support your comparison with this schematic diagram illustrating the flow of power in each model. Block 2, Unit 3, social contract theory, Marxist view. Question number 7 for 20 marks. Discuss the structure and key function of the bureaucracy in India. Use the table below. Identify the similarities and the differences between bureaucracy and democratic governance in terms of accountability, efficiency, and public delivery. Criteria, bureaucracy, and democratic governance. Criteria is given: accountability, efficiency, and service delivery. It is coming from the block 2, unit 4, bureaucracy. Question number 8 for 20 marks. Analyze the dynamics of social movement in the digital age based on the sample data given below. Evaluate the impact of the social media on the mobilization and resistance in India. Sample data: movement A, hashtag reach 1 million, offline participants for 5,000, duration 2 months. Movement B, hashtag reach 2 million, offline participation 15,000, duration 6 months. Block 4, Unit 11, social movements. So, I hope നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഗ്നോ ഫോക്കസ് 4.0 ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ മാർക്ക് കൂട്ടാനും എക്സാം ടൈം മാനേജ് ചെയ്ത് എഴുതാനും റിക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുമാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക, മെന്റേഴ്സ് അത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ലേൺ വൈസിന്റെ ഈ ഒരു 4.0 എന്ന് പറഞ്ഞിട്ടുള്ള BSOC 105 പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. All the best for your exam from the Learnwise and the team. Thank you.